ഭൂമിക്കടിയിലെ ഇരുണ്ട ഗുഹയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിയർവുഡ് മരത്തിന്റെ കൂറ്റൻ വേരുകൾക്കിടയിൽ 3-eyed റേവൻ ബന്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തികച്ചും വെളുത്ത നിറത്തിലായിരുന്നു. ജീവന്റെ ഒരു തുടിപ്പും അതിൽ പ്രകടമായിരുന്നില്ല. ആ സങ്കീർണമായ വേരുകളുടെ അടിയിൽ മരത്തിന്റെ ഒരു വലിയ വേരിൽ മുറുകെ പിടിച്ചുകൊണ്ട് ബ്രാൻ കിടന്നു. അവന്റെയും കണ്ണുകൾ ആ നിഗൂഢമായ വെളുത്ത നിറം പൂണ്ടിരുന്നു. അവരുടെ മനസ്സുകൾ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ഗുഹയിലെ ഇരുട്ടുമാറി പ്രകാശപൂരിതമായ ഒരു ഭൂതകാല ദൃശ്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അത് വിന്റർഫെല്ലായിരുന്നു. പഴയ പ്രതാപത്തോടെ തലയുയർത്തി നിൽക്കുന്ന ആ കോട്ടയുടെ മുറ്റത്ത് ഇളം വെയിലിൽ നെഡും ബെഞ്ചനും മരവാളുകൾ ഉപയോഗിച്ച് പരിശീലനം നടത്തുകയായിരുന്നു. കോട്ടയുടെ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് ബ്രാനും 3-eyed റേവനും ഈ കാഴ്ചകൾ നിശബ്ദമായി നോക്കിക്കണ്ടു. പെട്ടെന്നുള്ള ഒരു നീക്കത്തിലൂടെ നെഡ് തന്റെ സഹോദരനായ ബെഞ്ചനെ നിലത്തേക്ക് വീഴ്ത്തി. അതുകണ്ട് അരികിൽ നിന്നിരുന്ന റോഡ്രിക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവന് ഒരു അവസരം കൂടി കൊടുക്കൂ നെഡ്. ഉടൻ തന്നെ നെഡ് തന്റെ സഹോദരനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ഈ കാഴ്ച കണ്ടപ്പോൾ ബ്രാനിന്റെ ഹൃദയത്തിൽ ഗൃഹാതുരത്വം നിറഞ്ഞു. അവൻ 3-eyed റേവനോട് പറഞ്ഞു, അതെന്റെ അച്ഛനാണ്, പിന്നെ എന്റെ അങ്കിൾ ബെഞ്ചനും. അവർ വീണ്ടും വാളുകൾ കൂട്ടിമുട്ടിക്കാൻ തുടങ്ങി. ബ്രാൻ ചുറ്റുപാടും കണ്ണോടിച്ചു. വിന്റർഫെല്ലിലെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു. തികഞ്ഞ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം. ബ്രാൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, അവരെല്ലാം എത്ര സന്തോഷവാന്മാരായിരുന്നു. അപ്പോൾ വളരെ ശാന്തമായ സ്വരത്തിൽ 3-eyed റേവൻ പറഞ്ഞു, ഒരിക്കൽ നീയും അങ്ങനെയായിരുന്നു. ആ നിമിഷം ഒരു കുതിരപ്പുറത്ത് ലയന കോട്ടമുറ്റത്തേക്ക് കടന്നുവന്നു. അവൾ നെഡിന്റെയും ബെഞ്ചനിന്റെയും ചുറ്റും കുതിരയെ ഓടിച്ചു. നെഡ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെ ഈ പ്രകടനം നിർത്ത്. ബെഞ്ചൻ അത്ഭുതത്തോടെ വിളിച്ചു, ലയന. ബ്രാനിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ ആവേശത്തോടെ പറഞ്ഞു, എന്റെ ആന്റി ലയന. ഞാൻ അവരുടെ പ്രതിമ കോട്ടയുടെ നിലവറയിൽ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ ഒരിക്കലും അവരെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ഇത് കേട്ട് 3-eyed റേവൻ പതുക്കെ ബ്രാനിനെ നോക്കി. പക്ഷേ അപ്പോഴേക്കും ബ്രാൻ ആ കാഴ്ചകൾക്ക് കൂടുതൽ അടുത്തേക്ക് നടന്നു നീങ്ങിയിരുന്നു. അവിടെ ഹോഡോർ ലയനയെ കുതിരപ്പുറത്തുനിന്നും ഇറങ്ങാൻ സഹായിക്കുകയായിരുന്നു. പരിശീലനം തടസ്സപ്പെട്ടതിന്റെ ഈർഷ്യയോടെ ബെഞ്ചൻ അവളോട് ചോദിച്ചു, നീ ഇവിടെ നിന്ന് പോകാമോ? ഞങ്ങൾ പരിശീലനം നടത്തുകയാണ്. ലയന ഒട്ടും കൂസാതെ ചോദിച്ചു, നെഡ് എയറിലേക്ക് പോകുമ്പോൾ നീ ആരുടെ കൂടെ പരിശീലനം നടത്തും? ഒരു നിമിഷം ആലോചിച്ച ശേഷം ബെഞ്ചൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ലയന അരികിൽ നിൽക്കുന്ന ഭീമാകാരനായ ഹോഡോറിനെ നോക്കി. അവൾ ചോദിച്ചു, ഇവന്റെ കൂടെയായാലോ? ഇത് കേട്ട് നെഡ് അവനെ അരികിലേക്ക് വിളിച്ചു, വൈലിസ്, ഇങ്ങോട്ട് വരൂ. ബ്രാൻ അത്ഭുതത്തോടെ ഹോഡോറിനെ നോക്കി. അപ്പോഴേക്കും 3-eyed റേവൻ അവന്റെ അരികിലെത്തിയിരുന്നു. അപ്പോഴേക്കും ലയന ഒരു മരവാളും പരിചയവുമായി ഹോഡോറിന്റെ അരികിലേക്ക് നടന്നു. എനിക്ക് തോന്നുന്നത് ഇതൊരു തുല്യമായ പോരാട്ടമായിരിക്കുമെന്നാണ്. ലയന ഒരു ഉപദേശം പോലെ പറഞ്ഞു. ബെഞ്ചൻ ആക്രമിക്കാൻ വരുമ്പോൾ എപ്പോഴും അവന്റെ താടി ഉയർത്താറുണ്ട്. വലിയ മരവാളും പരിചയും കയ്യിലെടുത്തുകൊണ്ട് വളരെ വ്യക്തമായ ഭാഷയിൽ ഹോഡോർ പറഞ്ഞു, ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുമ്പോൾ അവനത് താഴ്ത്തുകയും ചെയ്യും, എന്റെ തമ്പുരാട്ടി. ഇത് കേട്ട് ബ്രാനിന്റെ ശ്വാസം നിലച്ചുപോയി. അവൻ അതിശയത്തോടെ ചോദിച്ചു, ഹോഡോർ സംസാരിക്കുമോ? അവർ രണ്ടുപേരും പോരാടാൻ തയ്യാറെടുത്തു. എന്നാൽ പെട്ടെന്ന് അവിടെ നാൻ പ്രത്യക്ഷപ്പെട്ടതോടെ അവർ നിശ്ചലരായി. വളരെ ദേഷ്യത്തോടെ നാൻ പറഞ്ഞു, നീ ഈ പോരാട്ടമൊക്കെ ചെറിയ തമ്പുരാക്കന്മാരെ ഏൽപ്പിക്കൂ. വൈലിസ്, വേഗം ഇങ്ങോട്ട് വരൂ. ഇത് നിനക്കുള്ള പണിയല്ല. അവർ യങ് ഹോഡോറിന്റെ ചെവിയിൽ പിടിച്ച് അവനെ അവിടെ നിന്നും കൊണ്ടുപോയി. ദൃശ്യങ്ങൾ പതുക്കെ മങ്ങാൻ തുടങ്ങി. 3-eyed റേവൻ തിരിഞ്ഞുനിന്നുകൊണ്ട് ബ്രാനോട് പറഞ്ഞു, പോകാനുള്ള സമയമായി. നിരാശയോടെ ബ്രാൻ അപേക്ഷിച്ചു, ദയവായി കുറച്ചുകൂടി സമയം തരൂ. എന്നാൽ 3-eyed റേവൻ തന്റെ കൈകൾ കൊണ്ട് ബ്രാനിന്റെ തോളിൽ സ്പർശിച്ചു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ബ്രാൻ ആ ദർശനത്തിൽ നിന്നും മോചിതനായി. ഗുഹയുടെ തണുപ്പിലേക്ക് അവൻ തിരിച്ചുവന്നു. വലിയൊരു ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് അവൻ വേരുകളിലെ പിടിവിട്ടു. അവന്റെ കണ്ണുകളിലെ വെളുത്ത നിറം പതിയെ മാഞ്ഞുപോയി. തൊട്ടടുത്ത് ഒരു ചൈൽഡ് ഓഫ് ദ ഫോറസ്റ്റ് അവനെത്തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. കൈകളിൽ ഊന്നി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ബ്രാൻ വളരെ ദേഷ്യത്തോടെ 3-eyed റേവനോട് പറഞ്ഞു, നിങ്ങൾ അവസാനം എനിക്കിഷ്ടമുള്ള ഒരു കാര്യം കാണിച്ചു തന്നു, എന്നിട്ട് എന്നെ അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ടുവന്നു. അങ്ങേയറ്റം ശാന്തതയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു, സമുദ്രത്തിനടിയിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്, പക്ഷേ നീ അവിടെ ഒരുപാട് നേരം നിന്നാൽ നീ മുങ്ങിമരിക്കും. തുടർന്ന് ബ്രാൻ തിരിഞ്ഞ് ഗുഹയുടെ ഭിത്തിയിൽ ചാരിയിരിക്കുന്ന ഹോഡോറിനെ നോക്കി. അവൻ പതുക്കെ വിളിച്ചു, വൈലിസ്. ഹോഡോർ പതിവ് പോലെ തലയാട്ടി പറഞ്ഞു, ഹോഡോർ. ബ്രാൻ വളരെ സങ്കടത്തോടെ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ ഒരു കുട്ടിയായി കണ്ടു. നിനക്ക് സംസാരിക്കാമായിരുന്നു. നിനക്ക് എന്ത് സംഭവിച്ചു? ഹോഡോർ വീണ്ടും ആവർത്തിച്ചു, ഹോഡോർ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹോഡോർ ബ്രാനിനെ എടുത്തുകൊണ്ട് ഗുഹയുടെ പുറത്തേക്ക് പോയി അവനെ മഞ്ഞിലിരുത്തി. പുറത്ത് അസ്ഥിമരവിക്കുന്ന തണുപ്പായിരുന്നു. മഹത്തായ ആ വയർവുഡ് മരത്തിന്റെ ചുവട്ടിൽ മഞ്ഞിലിരുന്നുകൊണ്ട് മീര ദൂരെയുള്ള മരവിച്ച ഭൂമിയിലേക്ക് നോക്കി ശൂന്യമായി ഇരിക്കുകയായിരുന്നു. ബ്രാൻ അവളോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഗുഹയ്ക്ക് പുറത്ത് ഒട്ടും സുരക്ഷിതമല്ല. മീര വളരെ നിരാശയോടെ പറഞ്ഞു, ഇപ്പോൾ എവിടെയും സുരക്ഷിതമല്ല. ബ്രാൻ അവളോട് തന്റെ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. ഹൊഡോർ എപ്പോഴും ഹൊഡോർ ആയിരുന്നില്ല എന്ന് ഞാൻ കണ്ടു. ബ്രാൻ തുടർന്നു, അവന്റെ യഥാർത്ഥ പേര് വൈലിസ് എന്നാണ്. അവന് സംസാരിക്കാനും പോരാടാനും കഴിയുമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല. മീര പതിയെ തിരിഞ്ഞ് ബ്രാനിനെ നോക്കി. അവളുടെ മുഖത്തെ വിഷമം കണ്ട് ബ്രാൻ ചോദിച്ചു, എന്തുപറ്റി?
മീര തന്റെ കണ്ണുകൾ താഴ്ത്തി മുഖം തിരിച്ചു. ഹൊഡോർ പതുക്കെ ബ്രാൻനെ എടുത്തുകൊണ്ട് ഗുഹയ്ക്കുള്ളിലേക്ക് തിരികെ പോയി. അവർ പോയതിനുശേഷം അവിടെയുള്ള കല്ലുകൾക്കും മരവിച്ച ചെടികൾക്കുമിടയിൽ ഇരുന്നുകൊണ്ട് ചൈൽഡ് ഓഫ് ദ ഫോറസ്റ്റ് അവളോട് പറഞ്ഞു, ബ്രാൻഡൻ സ്റ്റാർക്കിന് നിന്നെ ആവശ്യമുണ്ട്. മീര ദേഷ്യത്തോടെ ചോദിച്ചു, എന്തിനുവേണ്ടി? ഞാൻ ആ ഗുഹയ്ക്കുള്ളിലിരുന്ന് അവൻ ദർശനങ്ങൾ കാണുന്നത് നോക്കിയിരിക്കുന്നു, പക്ഷേ അവിടെയൊന്നും സംഭവിക്കുന്നില്ല. ചൈൽഡ് ഓഫ് ദ ഫോറസ്റ്റ് വളരെ ഗൗരവത്തോടെ പറഞ്ഞു, അവൻ എന്നേക്കുമായി അവിടെ തുടരാൻ പോകുന്നില്ല. പുറത്തുള്ള ലോകത്ത് അവന് നിന്നെ ആവശ്യമുണ്ട്. രാത്രിയുടെ കനത്ത ഇരുട്ടിൽ കാസിൽ ബ്ലാക്കിന്റെ മുറ്റത്ത് വലിയൊരു സംഘർഷം രൂപപ്പെടുകയായിരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പിൽ ജോൺ സ്നോവിന്റെ ചേതനയറ്റ ശരീരം കിടക്കുന്ന മുറിക്കുപുറത്ത് അലീസർ തോണും അയാളുടെ വിശ്വസ്തരായ ഭടന്മാരും ആയുധങ്ങളുമായി കാത്തുനിന്നു. അവരുടെ കൈകളിലെ ക്രോസ്ബൌകൾ ആ മുറിയുടെ വാതിലിന് നേരെ കൃത്യമായി ചൂണ്ടിയിട്ടുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ ഡേവോസും കുറച്ചു ഭടന്മാരും ഗോസ്റ്റും നിശബ്ദരായി നിന്നു. പുറത്തുനിന്നും അലീസർ തോൺ വളരെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സർ ഡാവോസ്, സമയമായി. വാതിൽ തുറക്കൂ. ഉള്ളിലുള്ള ആളുകൾക്ക് സമാധാനത്തോടെ അവരുടെ സഹോദരന്മാരോടൊപ്പം ചേരാം. ആ ചെന്നായയെ അതിനവകാശപ്പെട്ട മതിലിനപ്പുറത്തേക്ക് ഞങ്ങൾ സ്വതന്ത്രനാക്കാം. ഇന്ന് രാത്രി ആരും മരിക്കേണ്ടതില്ല. ഡേവോസ് ചുറ്റും നിൽക്കുന്ന വിശ്വസ്തരായ ഭടന്മാരെ നോക്കി. അവർക്കെല്ലാം മരണം ഉറപ്പാണെന്ന് അവർക്കറിയാമായിരുന്നു. ഡേവോസ് വളരെ പതുക്കെ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു മികച്ച പോരാളിയായിരുന്നില്ല. അദ്ദേഹം മേശപ്പുറത്ത് കിടന്നിരുന്ന ജോൺ സ്നോവിന്റെ വാളായ ലോങ് ക്ലോ കൈയിലെടുത്തു. തന്റെ സഹപ്രവർത്തകരെ നോക്കി അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്നോട് ക്ഷമിക്കുക. അദ്ദേഹം ഭീതിയോടെ ലോങ് ക്ലോ ഉറയിൽ നിന്നും ഊരി. അതുകണ്ട് മറ്റു ഭടന്മാരും തങ്ങളുടെ വാളുകൾ ഊരിപ്പോരാടാൻ തയ്യാറായി നിന്നു. പുറത്ത് അലിസർ തോൺ തന്റെ ഒരു ഭടനോട് ആജ്ഞാപിച്ചു, വരൂ. ഒരു വലിയ ചുറ്റികയുമായി ആ ഭടൻ വാതിലിനടുത്തേക്ക് വന്ന് വാതിലിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഭടന്മാർ പോരാട്ടത്തിനായി സജ്ജരായി. കുറച്ചു അടികൾക്ക് ശേഷം വാതിലിൽ ഒരു വലിയ ദ്വാരം വീണു. അപ്പോഴാണ് മുറ്റത്തിന്റെ പ്രധാന ഗേറ്റിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടത്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കൂറ്റനായ 1-1 ആ വലിയ മരവാതിൽ തകർത്ത് അകത്തേക്ക് കടന്നുവന്നു. അവന് പിന്നിലായി ടോർമണ്ടും ഡൊളറസ് എഡും നയിക്കുന്ന വൈൽഡ്ലിങ്സിന്റെ ഒരു വലിയ പട തന്നെ കോട്ടയ്ക്കുള്ളിലേക്ക് ഓടി. അലിസർ തോണിന്റെ ഭടന്മാർ ഭയന്നുവിറച്ചു. അവർ തങ്ങളുടെ വില്ലുകൾ വൈൽഡ്ലിങ്സിന് നേരെ ചൂണ്ടിയെങ്കിലും അമ്പെയ്യാൻ ധൈര്യപ്പെട്ടില്ല. അവർ പതിയെ പുറകോട്ട് മാറി. അലിസർ തോൺ ദേഷ്യത്തോടെ അലറി, ആക്രമിക്കൂ. അയാൾ തന്റെ വാളൂരി. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഒരു ഭടൻ 1-1ന്റെ തോളിലേക്ക് അമ്പെയ്തത്. ആ ഭടന്റെ കാലിൽ പിടിച്ച് വലിച്ചു താഴെയിട്ട് ചുമരിൽ ആഞ്ഞടിച്ചു. ജീവനറ്റ ആ ശരീരം അലിസർ തോണിന്റെ മുന്നിലേക്ക് അവൻ വലിച്ചെറിഞ്ഞു. ഈ ഭയാനകമായ കാഴ്ച കണ്ട് അലിസർ തോണിന്റെ ഭടന്മാർ തങ്ങളുടെ ആയുധങ്ങൾ താഴെയിട്ടു. ടോർമണ്ടും ഡോളറസ് എഡും വാളുകളുമായി അലിസർ തോണിന്റെ അടുത്തേക്ക് നടന്നു. അലിസർ തോൺ ദേഷ്യത്തോടെ ഡോളറസ് എഡിനോട് പറഞ്ഞു, നീ ഒരു വലിയ വഞ്ചകനാണ്. ഡോളറസ് എഡ് ശാന്തമായി മറുപടി പറഞ്ഞു, ഇവിടുത്തെ ഒരേയൊരു വഞ്ചകർ സ്വന്തം ലോർഡ് കമാൻഡറിന്റെ നെഞ്ചിൽ കത്തികുത്തിയിറക്കിയവരാണ്. പെട്ടെന്ന് ഓളി തന്റെ വാളുമായി ടോർമണ്ടിന്റെ നേരെ പാഞ്ഞെടുത്തു. എന്നാൽ ടോമണ്ട് വളരെ എളുപ്പത്തിൽ അവനെ തടഞ്ഞു നിർത്തി ആയുധം പിടിച്ചുവാങ്ങി മറ്റൊരാളുടെ അടുത്തേക്ക് തള്ളിയിട്ടു. രണ്ടുപേർ ചേർന്ന് അലിസർ തോണിനെ പിടിച്ചുകെട്ടി. ഡോളറസ് എഡ് ആജ്ഞാപിച്ചു, ഇവരെ അവകാശപ്പെട്ട ഇരുട്ടറകളിലേക്ക് വലിച്ചെറിയൂ. ഭടന്മാർ അലിസർ തോണിനെയും ഓളിയെയും മറ്റു വഞ്ചകരെയും അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയി. തുടർന്ന് ടോമണ്ട്, ഡോളറസ് എഡ്, ഡേവോസ് എന്നിവർ ജോൺ സ്നോ കിടക്കുന്ന മുറിയിലേക്ക് കടന്നു. അവർ ആ മരവിച്ച ശരീരത്തിലെ മുറിവുകളിലേക്ക് വേദനയോടെ നോക്കി. ടോമൺ നെടുവീർപ്പോടെ പറഞ്ഞു, ഒരുപാട് കത്തികളേറ്റിട്ടുണ്ട്. തീ കത്തിക്കാൻ വിറക് കൊണ്ടുവരാൻ ഞാൻ എന്റെ ആളുകളോട് പറയാം. കിങ്സ് ലാൻഡിംഗിലെ ജനത്തിരക്കുള്ള അഴുക്കു നിറഞ്ഞ തെരുവുകൾ. പകലത്തെ കടുത്ത ചൂടിൽ ഒരു ഭക്ഷണശാലയ്ക്ക് മുന്നിൽ ഒരു കൂട്ടം പുരുഷന്മാർ ഒത്തുകൂടിയിരിക്കുന്നു. അവർക്ക് നടുവിലായി നിന്ന് ഒരു സ്റ്റോറി ടെല്ലർ കഥ പറയുകയാണ്. അയാൾ പറഞ്ഞു, അങ്ങനെ അവിടെ നിൽക്കുകയാണ് വലിയവളായ ക്വീൻ സേഴ്സി. കാറ്റിൽ അവളുടെ സ്തനങ്ങളും ഇടുപ്പുമിളകുന്നു. ഇത് കേട്ട് ചുറ്റും നിന്നവർ ഉറക്കെ ചിരിച്ചു. അയാൾ തുടർന്നു, പെട്ടെന്ന് അവൾ എന്നെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകി. എനിക്കൊരിക്കലും നാണമില്ല. മാത്രമല്ല, എനിക്ക് താഴെ വലിയ അനുഗ്രഹവുമുണ്ട്. അതിനാൽ ഞാനത് പുറത്തെടുത്തു കാണിച്ചു. അവൾ ഇതുപോലൊന്നും മുമ്പ് കണ്ടിട്ടേയില്ല. അതായത് അവൾ അവളുടെ സഹോദരനെ കണ്ടിട്ടുണ്ട്. ജെയ്മെ ലാനിസ്റ്ററിന് 1/2 ഇഞ്ച് കുറവാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്റെ സാധനം കണ്ടപ്പോൾ സത്യമായും അവൾ ചുണ്ടുകൾ നക്കി. നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് കള്ളം പറയില്ലെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. കഥ പറഞ്ഞ് മദ്യലഹരിയിൽ മൂത്രമൊഴിക്കാനായി ആ സ്റ്റോറി ടെല്ലർ ഒരു ഇരുണ്ട ഇടവഴിയിലേക്ക് നടന്നു. പെട്ടെന്ന് അയാളുടെ പിന്നിലായി ഭീമാകാരനായ ഗ്രെഗോർ വന്നു നിന്നു. അയാൾ ഭയത്തോടെ ഗ്രെഗോറിനെ നോക്കി.
യാതൊരു ദയയുമില്ലാതെ ഗ്രെഗോർ അയാളുടെ തല പിടിച്ച് ചുമരിലിടിച്ചു തകർത്തു. ആ മനുഷ്യൻ തൽക്ഷണം മരിച്ചു വീണു. ഗ്രെഗോർ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവിടെ നിന്നും നടന്നുപോയി. റെഡ് കീപ്പിലെ സെർസിയുടെ ചേംബർ. മുറിയുടെ നടുവിൽ സെർസി തികച്ചും നിശബ്ദയായി നിൽക്കുകയായിരുന്നു. തന്റെ വിലപിടിപ്പുള്ള വസ്ത്രത്തിൽ നിന്നും പുറത്തേക്ക് നിന്നിരുന്ന ഒരു നൂൽ അവൾ പതുക്കെ വലിച്ചെടുത്തു നോക്കി. അപ്പോഴാണ് ഗ്രെഗോർ അവിടേക്ക് വന്നത്. സെർസി അയാളെ മറികടന്ന് മുറിക്ക് പുറത്തേക്ക് നടന്നു. ഗ്രെഗോർ അവൾക്ക് പിന്നാലെയും. അവർ പടവുകളിറങ്ങി താഴെ എത്തിയപ്പോൾ ഒരു കൂട്ടം രാജഭടന്മാർ അവരുടെ വഴി തടഞ്ഞു. സെർസി കടുത്ത ദേഷ്യത്തോടെ ആജ്ഞാപിച്ചു, "എന്റെ വഴിയിൽ നിന്നും മാറി നിൽക്കൂ." ഒരു കിങ് സോൾജർ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, "രാജാവിന്റെ ഉത്തരവാണ്, യോർ ഗ്രേസ്." സെർസി ചോദിച്ചു, "എന്താണ് രാജാവിന്റെ ഉത്തരവ്?" ഭടൻ പറഞ്ഞു, "നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കായി നിങ്ങൾ റെഡ് കീപ്പിൽ തന്നെ തുടരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, യോർ ഗ്രേസ്." ഈ വാക്കുകൾ കേട്ട് സെർസി ഞെട്ടിപ്പോയി. അവൾ ചോദിച്ചു, "എന്റെ സ്വന്തം മകളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും നിങ്ങൾ എന്നെ തടയുകയാണോ?" ഭടൻ ക്ഷമാപണത്തോടെ പറഞ്ഞു, "എന്നോട് ക്ഷമിക്കണം, യോർ ഗ്രേസ്. രാജാവിന്റെ കൽപ്പനപ്രകാരം എനിക്ക് നിങ്ങളെ കടത്തിവിടാൻ കഴിയില്ല." സെർസി കമാൻഡ് ചെയ്യുന്ന സ്വരത്തിൽ പറഞ്ഞു, "എനിക്ക് എന്റെ മകനോട് സംസാരിക്കണം." ഭടൻ മറുപടി നൽകി, "അദ്ദേഹം റെഡ് കീപ്പിൽ നിന്നും പോയി, യോർ ഗ്രേസ്." ഇത് കേട്ടയുടനെ ഗ്രെഗോർ തന്റെ വലിയ വാളിന്റെ പിടിയിൽ പിടിച്ചു. അത് കണ്ട് രാജഭടന്മാരും തങ്ങളുടെ ആയുധങ്ങൾ പുറത്തെടുത്തു. ഗ്രെഗോർ ചോദ്യഭാവത്തിൽ സെർസിയെ നോക്കി. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായി സെർസി തിരിഞ്ഞ് പടവുകൾ കയറി തിരികെ പോയി. ഗ്രെഗോർ അവൾക്ക് പിന്നാലെ നടന്നു. കിങ്സ് ലാൻഡിംഗിലെ ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോ, അവിടെ പള്ളിയിലെ ശാന്തതയിൽ മൈർസെല്ലായുടെ ചേതനായറ്റ ശരീരത്തിനരികിലായി ടോമനും ജെയ്മയും നിന്നിരുന്നു. അവളുടെ കണ്ണുകൾക്ക് മുകളിൽ വരച്ച കണ്ണുകളുള്ള ശവസംസ്കാര കല്ലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ടോമൻ ചോദിച്ചു, "നമ്മൾ പ്രിൻസ് ട്രിസ്റ്റൈനിന്റെ ഘാതകരെ പിടിച്ചോ? ഇത് ചെയ്തത് അമ്മയാണെന്നാണ് ഞാൻ കരുതുന്നത്." ജെയ്മെ വേഗത്തിൽ പറഞ്ഞു, "നിന്റെ അമ്മ അങ്ങനെ ചെയ്യില്ല." ടോമൻ വാദിച്ചു, "അവർ ചെയ്യും." ജെയ്മെ ചോദിച്ചു, "നിനക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ?" ടോമൻ പറഞ്ഞു, "ഒരിക്കലുമില്ല." "പിന്നെ എന്തുകൊണ്ടാണ് നീ അവരെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കാത്തത്?" "അവർക്കിവിടെ വരാൻ എല്ലാ അവകാശവുമുണ്ട്." ജെയ്മെ ചോദിച്ചു. ടോമൻ നിസ്സഹായതയോടെ പറഞ്ഞു, "അവരെ ഈ സെപ്റ്റിലേക്ക് കടത്തിവിടില്ല എന്ന് എന്നോട് പറഞ്ഞു. ഇനി ഒരിക്കലും നിന്റെ അമ്മയെ അവർ ഒരു ഇരുട്ടറയിൽ അടയ്ക്കില്ല. ഞാൻ ഇവിടെയുള്ളിടത്തോളം കാലം. നീ എന്തുകൊണ്ടാണ് പോയി അമ്മയെ കാണാത്തത്? അവർ അനുഭവിച്ചതെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു." ടോമൻ കണ്ണീരോടെ പറഞ്ഞു, "എനിക്കതറിയാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നോട് ക്ഷമിക്കണം, പക്ഷേ എനിക്ക് കഴിയില്ല." ജെയ്മെ അത്ഭുതത്തോടെ ചോദിച്ചു, "എന്തുകൊണ്ട് കഴിയില്ല?" ടോമൻ പറഞ്ഞു, "ഫെയ്ത്ത് മിലിറ്റന്റ് അമ്മയെയും മാർജറിയെയും പിടിച്ചുകൊണ്ടു പോയപ്പോൾ ഞാൻ എന്തു ചെയ്തു? അവർ അമ്മയെ തെരുവിലൂടെ ഒരു വേശ്യയെപ്പോലെ നടത്തിച്ചപ്പോൾ ഞാൻ എന്തു ചെയ്തു?" ടോമൻ വേദനയോടെ പറഞ്ഞു, "രാജാവ് ഈ രാജ്യത്തിന്റെ സംരക്ഷകനായിരിക്കണം. എനിക്ക് എന്റെ സ്വന്തം ഭാര്യയെയോ സ്വന്തം അമ്മയെയോ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തു ഗുണമാണ് എന്നെക്കൊണ്ടുള്ളത്?" അപ്പോഴാണ് ഹൈസ്പാരോ അവിടേക്ക് വന്നത്. ജെയ്മെ ടോമന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "പോയി നിന്റെ അമ്മയെ കാണൂ, അവരോട് ക്ഷമ ചോദിക്കൂ." അവർ രണ്ടുപേരും ഹൈസ്പാരോന്റെ നേരെ തിരിഞ്ഞു. ഹൈസ്പാരോ വിനയത്തോടെ പറഞ്ഞു, "യോർ ഗ്രേസ്, ലോർഡ് കമാൻഡർ." ടോമൻ അവിടെ നിന്നും പോയി. ജെയ്മെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങളൊരു ധീരനായ മനുഷ്യനാണ്." ഹൈസ്പാരോ പുഞ്ചിരിച്ചു. "നേരെ മറിച്ച്, ഞാൻ ഒരുപാട് ഭയപ്പെടുന്നു. പിതാവിനെ, മാതാവിനെ, യോദ്ധാവിനെ." അദ്ദേഹം മൈർസെല്ലയുടെ ശരീരത്തിനടുത്തേക്ക് നടന്നു. "നമ്മൾ എന്തിനാണ് ഈ കല്ലുകൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? മരണത്തെ ഭയപ്പെടാതിരിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുകയും അടുത്തതിൽ അവ തുറക്കുകയും ചെയ്യുന്നു." ജെയ്മെ പരിഹാസത്തോടെ പറഞ്ഞു, "അടുത്ത ജീവിതത്തിനായി നിങ്ങൾ ഒരുപാട് കൊതിക്കുന്നുണ്ടാകും." ഹൈസ്പാരോ പറഞ്ഞു, "സത്യത്തിൽ ഞാനും അതിനെ ഭയപ്പെടുന്നു." ജെയ്മെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങൾ എന്റെ സഹോദരിയെ തടവിലാക്കുകയും അപമാനിക്കുകയും ചെയ്തു." ഹൈസ്പാരോ ശാന്തനായി പറഞ്ഞു, "നിങ്ങളുടെ സഹോദരി ദൈവങ്ങളുടെ കാരുണ്യം തേടുകയും തങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തു." ജെയ്മെ ചോദിച്ചു, "എന്റെ പാപങ്ങളുടെ കാര്യമോ?" അവൻ ഹൈസ്പാരോന്റെ അടുത്തേക്ക് നടന്നു. "ഞാനൊരു പവിത്രമായ പ്രതിജ്ഞ ലംഘിക്കുകയും എന്റെ രാജാവിനെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തു. ഞാൻ എന്റെ സ്വന്തം ബന്ധുവിനെ കൊന്നു. ദൈവങ്ങൾ എന്റെ സഹോദരനെ കുറ്റക്കാരനെന്ന് വിധിച്ചപ്പോൾ അവരുടെ നീതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ അവനെ സഹായിച്ചു. എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ അർഹിക്കുന്നത്?" ജെയ്മെ തന്റെ വാളിന്റെ പിടിയിൽ പിടിച്ച് അത് പകുതി ഊരി. ഹൈസ്പാരോ ചോദിച്ചു, "ഈ പുണ്യസ്ഥലത്ത് നിങ്ങൾ രക്തം ചിന്തുമോ?" ജെയ്മെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഓ, ദൈവങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളെല്ലാവരും കൂടി ഒഴുക്കിയതിനേക്കാൾ കൂടുതൽ രക്തം അവർ ഒഴുക്കിയിട്ടുണ്ട്." ഹൈസ്പാരോ തന്റെ കൈകൾ വിരിച്ചുകൊണ്ട് പറഞ്ഞു, "എങ്കിൽ ചെയ്തോളൂ. ഞാൻ അർഹിക്കുന്നു. നമ്മളെല്ലാവരും അർഹിക്കുന്നു. നമ്മൾ ദുർബലരായ വൃഥാജീവികളാണ്. മാതാവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്." പെട്ടെന്ന് നിരവധി ഫെയ്ത്ത് മിലിറ്റന്റ് ഭടന്മാർ പടവുകളിൽ വെച്ച് ജെയ്മെയെയും ഹൈസ്പാരോനെയും വളഞ്ഞു. ജെയ്മെ പരിഹാസത്തോടെ പറഞ്ഞു, "നിങ്ങളെ രക്ഷിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ കുറച്ചുകൂടി അടുത്തു നിൽക്കേണ്ടിയിരുന്നു." ഹൈസ്പാരോ പറഞ്ഞു, "അവരത് ചെയ്യില്ല. നിങ്ങൾ എന്നെ ആക്രമിക്കുന്നതിനു മുമ്പ് അവർക്കൊരിക്കലും എന്റെ അടുത്തെത്താൻ കഴിയില്ല."
ജയ്മെ ധൈര്യത്തോടെ പറഞ്ഞു. ഇതിലും വലിയ പ്രതിസന്ധികളെ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഹൈസ്പാരോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തീർച്ചയായും നമ്മളിൽ പലരും വീഴും. ഞങ്ങൾക്ക് പേരില്ല, കുടുംബമില്ല. ഞങ്ങളിൽ ഓരോരുത്തരും ദരിദ്രരും ശക്തിയില്ലാത്തവരുമാണ്. എന്നിട്ടും ഒരുമിച്ച് ഒരു സാമ്രാജ്യത്തെ അട്ടിമറിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇത്രയും പറഞ്ഞ് ഹൈസ്പാരോ പതുക്കെ അവിടെ നിന്നും നടന്നുപോയി. റെഡ് കീപ്പിലെ സെർസിയുടെ ചേംബർ. ബാൽക്കണിയിൽ നിന്ന് സെർസി താഴെ കിങ്സ് ലാൻഡിംഗിലെ തെരുവുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ടോമൻ മുറിയിലേക്ക് വന്നത്. സെർസി ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് നടന്നു. അവൾ ചോദിച്ചു, അവർ അവളെ ചുവപ്പ് വസ്ത്രമാണോ അതോ സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രമാണോ ധരിപ്പിച്ചത്? ടോമൻ പറഞ്ഞു, സ്വർണം. സെർസി നെടുവീർപ്പോടെ പറഞ്ഞു, നല്ലത്. അതേപ്പോഴും അവളുടെ നിറമായിരുന്നു. സെർസി ഒരു മേശയുടെ അടുത്തേക്ക് നടന്ന് ഒരു കവിൾ വൈൻ കുടിച്ചു. അവളുടെ മുഖം ടോമന് കാണാമായിരുന്നില്ല. ടോമൻ കുറ്റബോധത്തോടെ പറഞ്ഞു, നിങ്ങളെ ഇവിടെ നിർത്തിയതിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് നിങ്ങളെ വീണ്ടും നഷ്ടപ്പെടാൻ താൽപ്പര്യമില്ലായിരുന്നു. സെർസി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകും. നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ടോമൻ കണ്ണീരോടെ പറഞ്ഞു, ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു എന്നെനിക്കറിയാം. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. സെർസി അവനെ ആശ്വസിപ്പിച്ചു. അതൊന്നും സാരമില്ല. ടോമൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അല്ല, സാരമുണ്ട്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രാത്രിയുടെ ഇരുട്ടിൽ മീറീനിലെ വലിയ പിരമിഡിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ ആ വലിയ സ്വർണ്ണപ്രതിമ മണലിൽ കിടപ്പുണ്ടായിരുന്നു. പിരമിഡിനുള്ളിലെ രാജകീയ ചേംബറിൽ ടിരിയൻ, വാരീസ്, മിസാൻഡെ, ഗ്രേ വേം എന്നിവർ ഒരു പ്രധാന ചർച്ചയിലായിരുന്നു. വേരീസ് ഒരു നെടുവീർപ്പോടെ വിഷയത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കപ്പൽപ്പട. അവ കത്തിനശിച്ചു. ഗ്രേ വേം ഗൗരവത്തോടെ പറഞ്ഞു, കപ്പലുകൾ കത്തിച്ച ആളുകൾക്കായി ഞങ്ങൾ തിരയുകയാണ്, പക്ഷെ ആരും ഒന്നും കണ്ടില്ല. ടിരിയൻ ചോദിച്ചു, തീർച്ചയായും എവിടെയെങ്കിലും എന്തെങ്കിലും നല്ല വാർത്ത ഉണ്ടാകുമല്ലോ? വേരീസ് പറഞ്ഞു, ആസ്റ്റപ്പോറും യുങ്കയും നമ്മളോട് സഹായം ചോദിക്കുന്നത് നിർത്തിയിരിക്കുന്നു. ടിരിയൻ ആകാംക്ഷയോടെ ചോദിച്ചു, ഒരുപക്ഷെ അവർക്ക് അവരുടെ രഹസ്യം നമ്മളോട് പറയാൻ കഴിയുമോ? വേരീസ് പറഞ്ഞു, യജമാനന്മാർ 2 നഗരങ്ങളും തിരിച്ചുപിടിച്ചിരിക്കുന്നു. മീറീൻ ഒഴികെ സ്ലേവേഴ്സ് ബേ മുഴുവനായും അടിമക്കച്ചവടക്കാരുടെ കൈകളിലേക്ക് തിരികെ പോയി. ടിരിയൻ അല്പം ചിന്തയിലാണ്ടു. ഡ്രാഗണുകളുടെ കാര്യമോ? നമ്മുടെ പക്കൽ പിരമിഡിന് താഴെ അവ 2 എണ്ണമുണ്ട്. മിസൻഡൈ വളരെ സങ്കടത്തോടെ പറഞ്ഞു, അവ ഭക്ഷണം കഴിക്കുന്നില്ല. ക്വീൻ ഡെനറീസ് പോയതുമുതൽ അവ ഭക്ഷണത്തിൽ തൊട്ടിട്ടുപോലുമില്ല. ടിരിയൻ പറഞ്ഞു, ഡെനറീസ് ഡ്രാഗണുകളുടെ രാജ്ഞിയാണ്. ഡ്രാഗണുകളെ പട്ടിണിക്കിടാൻ നമുക്ക് കഴിയില്ല, അത് വ്യക്തമാണ്. ഗ്രേവം ചോദിച്ചു, ഒരു ഡ്രാഗൺ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവനെ എങ്ങനെ നിർബന്ധിക്കും? ടിരിയൻ പറഞ്ഞു, ഡ്രാഗണുകൾക്ക് തടവിൽ കഴിയുന്നത് ഇഷ്ടമല്ല. മിസാൻഡൈ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾക്കിതെങ്ങനെ അറിയാം? ഞാൻ മദ്യപിക്കുന്നു, എനിക്ക് കാര്യങ്ങളറിയാം. ഏഗോൺ വെസ്റ്ററോസ് കീഴടക്കാൻ ഉപയോഗിച്ച ഡ്രാഗണുകൾ 100 കണക്കിന് മൈലുകൾ പറന്നു നടന്നിരുന്നു. എന്നാൽ പിന്നീട് ഡെനറീസിന്റെ പൂർവികർ അവയെ കൂട്ടിലടയ്ക്കാൻ തുടങ്ങി. കുറച്ച് തലമുറകൾക്ക് ശേഷം അവസാനത്തെ ഡ്രാഗണുകൾക്ക് പൂച്ചകളേക്കാൾ വലിപ്പമില്ലായിരുന്നു. അവയെ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കണം, അല്ലെങ്കിൽ അവ നശിച്ചുപോകും. മിസാൻഡൈ, നിങ്ങൾ എത്ര തവണ ഈ ഡ്രാഗണുകളുടെ ഒപ്പം നിന്നിട്ടുണ്ട്? മിസാൻഡൈ പറഞ്ഞു, ഒരുപാട് തവണ. എന്നിട്ട് അവ നിങ്ങളെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ടിരിയൻ ചോദിച്ചു. ഒരിക്കലുമില്ല, അവൾ മറുപടി നൽകി. ടിരിയൻ പറഞ്ഞു, ഡ്രാഗണുകൾ ബുദ്ധിശാലികളാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മനുഷ്യരെക്കാൾ ബുദ്ധിശാലികളാണ്. അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സ്നേഹവും ശത്രുക്കളോട് കോപവുമുണ്ട്. ഞാൻ അവരുടെ സുഹൃത്താണ്. മീറീനിലെ ഇരുണ്ട ഭൂഗർഭ അറകൾ. ടിരിയനും വേരീസും കയ്യിൽ തീപ്പന്തങ്ങളുമായി ഡ്രാഗണുകളുടെ അറയിലേക്ക് കടന്നു. ടിരിയൻ പതുക്കെ പടവുകൾ ഇറങ്ങാൻ തുടങ്ങി. വേരീസ് ഭയത്തോടെ മുകളിൽ തന്നെ നിന്നു. താഴെയെത്തിയ ടിരിയൻ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ചെറിയ മുരൾച്ചകൾ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഭയാനകമായ രൂപങ്ങളോടെ റേഗലും വിസീരിയനും പുറത്തേക്ക് വന്നു. വിസീരിയൻ തന്റെ വായിൽ നിന്നും തീ തുപ്പിക്കൊണ്ട് ടിരിയന് നേരെ അലറി. റേഗലും മുരളാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അമ്മയുടെ സുഹൃത്താണ്. ഞാൻ സഹായിക്കാനാണ് വന്നത്. സഹായികളെ തിന്നരുത്. അവനൊരു ചെറിയ ചിരിയോടെ റേഗലിന്റെ അടുത്തേക്ക് നടന്നു. ടിരിയൻ പതുക്കെ റേഗലിന്റെ കഴുത്തിൽ സ്പർശിച്ചു. അവൻ റഹേഗലിനെ ബന്ധിച്ചിരുന്ന ചങ്ങലയുടെ പിൻ ഊരിയെടുത്തു. വലിയ ശബ്ദത്തോടെ ചങ്ങല താഴെ വീണു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിസീരിയൻ അവന് നേരെ മുരളുന്നുണ്ടായിരുന്നു. വിസീരിയൻ തന്റെ കഴുത്ത് കാണിച്ചുകൊടുത്തു. ടിരിയൻ അരികിൽ ചെന്ന് ആ ചങ്ങലയും ഊരിമാറ്റി. സ്വതന്ത്രരായ ഡ്രാഗണുകൾ ഇരുട്ടിലേക്ക് മടങ്ങി. ടിരിയൻ വേഗത്തിൽ തന്റെ തീപ്പന്തമെടുത്ത് പടവുകൾ കയറി മുകളിലെത്തി. കിതച്ചുകൊണ്ടവൻ പറഞ്ഞു, അടുത്ത തവണ എനിക്കിതുപോലൊരു ആശയം തോന്നുമ്പോൾ എന്റെ മുഖത്തടിക്കുക. ബ്രാവോസിലെ തെരുവ്. അവിടെ മതിലിൽ ചാരി അന്ധയായ ആര്യ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കയ്യിൽ ഒരു വടിയുമായി വെയ്ഫ് അവിടെയെത്തി. നിന്റെ പേരെന്താണ്? വെയ്ഫ് ചോദിച്ചു. ആര്യ ഉടൻ വടി കയ്യിലെടുത്തെഴുന്നേറ്റു. എന്നാൽ വെയ്ഫ് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അവിടെ നിന്നും രക്തം വന്നു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആര്യ മുന്നോട്ടോടി. പക്ഷേ വെയ്ഫ് അവിടെ നിന്നും മാറിയിരുന്നു. വീണ്ടും വെയ്ഫ് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ആര്യ പറഞ്ഞു, ആരുമല്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. വെയ്ഫ് പറഞ്ഞു. ആര്യ വടികൊണ്ടടിക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. വെയ്ഫ് വീണ്ടും അവളെ അടിച്ചു.
വീണ്ടും അടി കിട്ടിയപ്പോൾ ആര്യ പടവുകളിൽ തട്ടി താഴെ വീണു. എഴുന്നേറ്റ് അവൾ വീണ്ടും ആഞ്ഞടിച്ചു. വെയ്ഫ് തുടരെ അവളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദേഷ്യത്തോടെ ആര്യ ചുറ്റും വടിവീശി. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ജാക്കേൻ എച്ച്ഗാറിന്റെ രൂപത്തിൽ വന്ന ഫേസ്ലെസ് മാൻ അവളുടെ വടി പിടിച്ചു നിർത്തി. "നീ ആരാണ്?" ജാക്കേൻ ചോദിച്ചു. "ആരുമല്ല," ആര്യ പറഞ്ഞു. ജാക്കേൻ അവളോട് പലവട്ടം വാഗ്ദാനങ്ങൾ നൽകി. കിടക്കാൻ ഒരിടം, ഭക്ഷണം, കാഴ്ച എന്നിവ തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഓരോ തവണയും ആര്യ ഉറപ്പിച്ചു പറഞ്ഞു, ഒരു പെൺകുട്ടിക്ക് പേരില്ല. ഒടുവിൽ ജാക്കേൻ അവളുടെ വടി വിട്ടുകൊണ്ട് പറഞ്ഞു, "വരൂ." ആര്യ തന്റെ ഭിക്ഷാപാത്രമെടുക്കാൻ തിരിഞ്ഞപ്പോൾ ജക്കൻ പറഞ്ഞു, "അത് അവിടെ വെക്കൂ. ഒരു പെൺകുട്ടി ഇപ്പോൾ ഭിക്ഷക്കാരിയല്ല." ആര്യ അയാൾക്ക് പിന്നാലെ നടന്നു. വിന്റർഫെല്ലിലെ വിശാലമായ ഡൈനിംഗ് ഹാൾ. മേശയ്ക്കു ചുറ്റും റൂസ്, റാംസേ, ലോർഡ് കാർസ്റ്റാർക്ക് എന്നിവർ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. റൂസ് ഇരിക്കുകയായിരുന്നു. ലോർഡ് കാർസ്റ്റാർക്ക് പറഞ്ഞു, "ഇങ്ങോട്ട് വരുന്ന വഴി അവൻ ആ മൃതദേഹങ്ങൾ കണ്ടു." റൂസ് പറഞ്ഞു, "ലേഡി സാൻസ ഒറ്റയ്ക്ക് അവരെയെല്ലാം കൊന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഈ റിപ്പോർട്ടിന് നന്ദി, ലോർഡ് കാർസ്റ്റാർക്ക്." റാംസേ പറഞ്ഞു, "അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. അവളുടെ സഹോദരൻ കാസൽ ബ്ലാക്കിലുണ്ട്." ലോർഡ് കാർസ്റ്റാർക്ക് ചോദിച്ചു, "നെഡ് സ്റ്റാർക്കിന്റെ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ മകനോ?" റൂസ് ദേഷ്യത്തോടെ പറഞ്ഞു, "ജോൺ സ്നോ ഒരു അവിഹിത സന്തതിയാണ്, ഒരു സ്റ്റാർക്കല്ല." റാംസേ ചിരിച്ചു, "ഞാനും അങ്ങനെയായിരുന്നു അച്ഛാ." ലോർഡ് കാർസ്റ്റാർക്ക് പറഞ്ഞു, "ഒരു സ്റ്റാർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നോർത്തിൽ നിങ്ങളുടെ ഭരണം സുരക്ഷിതമാകില്ല. കുറഞ്ഞ സൈന്യത്തെക്കൊണ്ട് കാസൽ ബ്ലാക്ക് ആക്രമിച്ച് ജോൺ സ്നോനെ കൊല്ലാമെന്ന് റാംസേ നിർദ്ദേശിച്ചു. എന്നാൽ റോസ് അതിനെ എതിർത്തു. അത് വടക്കൻ കുടുംബങ്ങളെ മുഴുവൻ അവർക്കെതിരാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിലാണ് മാസ്റ്റർ വോൾക്കൻ അവിടേക്ക് വന്നത്. "പ്രഭുക്കന്മാരെ, ലേഡി വൾഡ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. നല്ല ആരോഗ്യമുള്ള കുട്ടി." ഇത് കേട്ട് റാംസേ അച്ഛനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, "അഭിനന്ദനങ്ങൾ അച്ഛാ. എന്റെ പുതിയ സഹോദരനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു." റൂസ് സ്നേഹത്തോടെ പറഞ്ഞു, "നീ എപ്പോഴും എന്റെ ആദ്യത്തെ മകനായിരിക്കും." "അങ്ങനെ പറഞ്ഞതിന് നന്ദി. അതെനിക്ക് വലിയ കാര്യമാണ്" എന്ന് പറഞ്ഞു. റാംസേ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി റൂസിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കി. റൂസ് നിലത്ത് വീണു മരിച്ചു. റാംസേ തന്റെ കത്തി തുടച്ചുകൊണ്ട് മാസ്റ്റർ വോൾക്കനോട് ഉത്തരവിട്ടു, "എല്ലാ നോർത്തൺ കുടുംബങ്ങൾക്കും സന്ദേശമയക്കൂ. റൂസ് ബോൾട്ടൺ മരിച്ചു. നമ്മുടെ ശത്രുക്കൾ വിഷം കൊടുത്തു കൊന്നു." മാസ്റ്റർ ഭയത്തോടെ നിന്നു. റാംസേ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു, "അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്?" വിറച്ചുകൊണ്ട് മേസ്റ്റർ പറഞ്ഞു, "ശത്രുക്കൾ വിഷം കൊടുത്തു കൊന്നു." റാംസേ ആജ്ഞാപിച്ചു, "ലേഡി വൾഡായെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരൂ." അവർ വിശ്രമിക്കുകയാണെന്ന് മേസ്റ്റർ പറഞ്ഞെങ്കിലും റാംസേയുടെ നോട്ടം കണ്ട് അയാൾ വേഗം പോയി. വിന്റർഫെല്ലിലെ മുറ്റം. അവിടെ ഒറ്റയ്ക്ക് നിന്ന റാംസേയുടെ അടുത്തേക്ക് കുഞ്ഞുമായി ലേഡി വൾഡ വന്നു. അവർ കുഞ്ഞിനെ കാണിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിച്ചു. ഭർത്താവിനെ അന്വേഷിച്ച അവരെ റാംസേ നായ്ക്കളെ പാർപ്പിച്ചിരിക്കുന്ന ഇരുണ്ട കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുരയ്ക്കുന്ന നായ്ക്കൾക്കിടയിൽ ഭയന്നുപോയ അവർ ചോദിച്ചു, "ലോർഡ് ബോൾട്ടൺ എവിടെ?" അപ്പോഴാണ് റാംസേ താനാണ് ഇപ്പോൾ ലോർഡ് ബോൾട്ടൺ എന്ന് പ്രഖ്യാപിച്ചത്. കൂടുകളുടെ വാതിലുകൾ അവൻ തുറന്നിട്ടു. ഭയന്നുവിറച്ച ലേഡി വൾഡ കരഞ്ഞുകൊണ്ടപേക്ഷിച്ചു, "റാംസേ, ദയവായി, ഞാൻ വിന്റർഫെൽ വിട്ടുപോയിക്കൊള്ളാം. ഇവൻ നിന്റെ സഹോദരനാണ്." ക്രൂരമായ ഒരു ചിരിയോടെ റാംസേ പറഞ്ഞു, "ഒറ്റമകനായി ഇരിക്കാനാണ് എനിക്കിഷ്ടം." അവൻ നായ്ക്കൾക്ക് നേരെ വിസിൽ മുഴക്കി. ആ നായ്ക്കൾ പുറത്തേക്ക് ചാടി അലറിക്കരയുന്ന ലേഡി വൾഡായെയും ആ പിഞ്ചുകുഞ്ഞിനെയും കടിച്ചു കീറിക്കൊന്നു. വടക്കൻ പ്രദേശത്തെ കൊടും തണുപ്പുള്ള കാട്. തെയോൺ വിറക് ശേഖരിക്കുകയായിരുന്നു. സെൻസായും ബ്രിയനും സംസാരിക്കുന്നുണ്ടായിരുന്നു. ആര്യായെ കണ്ട കാര്യങ്ങൾ ബ്രിയൻ വിശദീകരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം സെൻസ ഒരൽപ്പം ചിരിച്ചു. പെട്ടെന്ന് തിയൻ അവിടെ വന്നു പറഞ്ഞു, "നമ്മൾ തീ കത്തിക്കാൻ പാടില്ല. അത് സുരക്ഷിതമല്ല. അവൻ നമ്മളെ വേട്ടയാടുന്നത് നിർത്തില്ല." സെൻസ പറഞ്ഞു, "നമ്മൾ കാസൽ ബ്ലാക്കിലെത്തിയാൽ മതി. ജോണിന്റെ കൂടെയായാൽ പിന്നെ റാംസേയ്ക്ക് നമ്മളെ തൊടാനാവില്ല." എന്നാൽ തിയൻ അവിടെ വച്ചു വധിക്കപ്പെടുമെന്ന് ഭയന്നു. സെൻസ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ജോണിനോട് പറയാമെന്ന് പറഞ്ഞെങ്കിലും തിയോൺ അത് നിരസിച്ചു. താൻ ചെയ്ത തെറ്റുകൾക്ക് ഒരിക്കലും ക്ഷമ ലഭിക്കില്ലെന്ന് അവൻ വിശ്വസിച്ചു. അവൻ കണ്ണീരോടെ സെൻസായോട് യാത്രാമൊഴി ചോദിച്ചു. "നീ എവിടേക്കാണ് പോകുന്നത്?" സെൻസ ചോദിച്ചു. തിയോൺ പറഞ്ഞു, "വീട്ടിലേക്ക്." പൈക്ക് കാസിലിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയായിരുന്നു. കാസിലിന്റെ ഹാളിൽ യാരായും ബാലോണും തമ്മിൽ വലിയ തർക്കം നടന്നു. അവസാനത്തെ കോട്ടയായ ഡീപ് വുഡ് മോട്ടും അവർക്ക് നഷ്ടപ്പെട്ടുവെന്ന് യാര പറഞ്ഞു. എന്നാൽ ബാലോൺ അഹങ്കാരത്തോടെ കൂടുതൽ കോട്ടകൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. യാര അതിനെ ശക്തമായി എതിർത്തു. ദേഷ്യത്തോടെ ബാലോൺ അവളെ അവിടെ നിന്നും പുറത്താക്കി. തുടർന്ന് ശക്തമായ കാറ്റും മഴയുമുള്ളപ്പോൾ കാസിലിന്റെ പുറത്തുള്ള ഒരു ഇളകുന്ന പാലത്തിലൂടെ ബാലോൺ നടക്കുകയായിരുന്നു. പാലത്തിന്റെ മറുതലയ്ക്കൽ ഒരു മൂടിയ രൂപം നിൽപ്പുണ്ടായിരുന്നു. അത് തന്റെ സഹോദരനായ യൂറോൺ ഗ്രേജോയാണെന്ന് ബാലോൺ തിരിച്ചറിഞ്ഞു. അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി.
യൂറോൺ താനാണ് യഥാർത്ഥത്തിൽ ഡ്രൗണ്ട് ഗോഡ് എന്നും വരാനിരിക്കുന്ന കൊടുങ്കാറ്റെന്നും അവകാശപ്പെട്ടു. ദേഷ്യം വന്ന ബാലോൺ തന്റെ കത്തിയെടുത്ത് യൂറോണിന്റെ മുഖത്ത് വരഞ്ഞു. എന്നാൽ യൂറോൺ വളരെ ക്രൂരമായി ബാലോണിനെ ആ വലിയ പാലത്തിൽ നിന്നും താഴെയുള്ള ഭയാനകമായ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ബാലോൺ മരിച്ചു. പിറ്റേന്ന് സമുദ്രതീരത്ത് ബാലോണിന്റെ ശവസംസ്കാരം നടന്നു. ഏറോൺ ഗ്രേജോയും മറ്റുള്ളവരും ചേർന്ന് മൃതദേഹം കടലിലേക്കൊഴുക്കി. യാര പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തു. എന്നാൽ പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ കിങ്സ്മൂട്ട് നടത്തേണ്ടതുണ്ടെന്ന് ഏറോൺ അവളെ ഓർമ്മിപ്പിച്ചു. കാസിൽ ബ്ലാക്കിലെ മെലിസാന്ദ്രയുടെ മുറി. തീജ്വാലകളെ നോക്കി നിരാശയോടെ ഇരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഡാവോസ് വന്നു. ജോൺ സ്നോനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നാൽ തന്റെ മാന്ത്രിക ശക്തികളിലും ദൈവത്തിലുമുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട മെലിസാന്ദ്ര തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. ഡാവോസ് അവളെ ധൈര്യപ്പെടുത്തി ഒരിക്കൽ അവൾ കാണിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. തുടർന്ന് ആ വലിയ മുറിയിൽ വെച്ച് ഡാവോസ്, ടോർമണ്ട്, ഡൊളോറസ് എഡ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മെലിസാന്ദ്ര ഒരു വലിയ കർമ്മം ചെയ്യാൻ തയ്യാറായി. അവൾ ജോൺ സ്നോന്റെ ശരീരത്തിലെ മുറിവുകൾ തുടച്ചു വൃത്തിയാക്കി. അവന്റെ മുടിയും താടിയും മുറിച്ച് തീയിലിട്ടു. എന്നിട്ട് അവന്റെ നെഞ്ചിൽ കൈവച്ച് പുരാതനമായ വലുറിയൻ ഭാഷയിൽ മന്ത്രങ്ങൾ ഉരുവിട്ടു. അവൾ കണ്ണീരോടെ അപേക്ഷിച്ചു, ദയവായി. എന്നാൽ യാതൊന്നും സംഭവിച്ചില്ല. നിരാശരായ എല്ലാവരും ആ മുറിയിൽ നിന്നും പുറത്തുപോയി. ഏറ്റവും അവസാനം ഡാവോസും പോയി. മുറിയിൽ പൂർണ്ണ നിശബ്ദത പരന്നു. ദീർഘമായ ആ രാത്രി അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു നായകൻ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു.